എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ എ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭാഷണം പറയുന്ന ഒന്നാമത്തെ വ്യക്തിയും സംഭാഷണം പറയുന്ന രണ്ടാമത്തെ വ്യക്തിയുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എ അസ്സലാമു അലൈക്കും. ബി വ അലൈക്കും അസ്സലാം. എ എന്താ അൻവറെ നിൻ്റെ മുഖത്ത് ഒരു വല്ലായ്മ? പള്ളിയുടെ ഉള്ളിൽ വെച്ചും ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരുന്നു. ബി നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചു പോയതാണ്. എ ഇപ്പോൾ പങ്കെടുത്ത മയ്യത്ത് നിസ്കാരമാണോ നീ ഉദ്ദേശിച്ചത്? ബി അതെ. അതിനെന്താ വിഷമിക്കാൻ? പള്ളി നിറച്ചും ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ആലിമീങ്ങളും സയ്യിദന്മാരും വേണ്ടുവോളം പങ്കെടുത്ത അടുത്ത കാലത്തൊന്നും മയ്യത്ത് നിസ്കാരത്തിന് ഇത്രയും അധികം ആളുകൾ നമ്മുടെ പള്ളിയിൽ കൂടിയിട്ടില്ല. ബി ആലിമീങ്ങൾ പങ്കെടുക്കുന്നതൊക്കെ മഹാഭാഗ്യം തന്നെ. എ പിന്നെന്താ കുഴപ്പം? ബി നീ ശ്രദ്ധിച്ചില്ലേ നിസ്കാരത്തിന് ഇമാം നിന്നത് ആരാണെന്ന്? എ മകൻ ഗൾഫിൽ ആയതുകൊണ്ട് തന്നെ അകന്ന ബന്ധുവാണെന്നാണ് കേട്ടത്. ബി എടാ നീ നിസ്കാരം ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം പോലും നേരെ ചെല്ലാൻ കഴിഞ്ഞില്ല. എ അത് ശരിയാണ്, ഒരു വിധത്തിൽ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ബി സയ്യിദന്മാരും ആലിമീങ്ങളും പങ്കെടുത്ത സ്ഥിതിക്ക് അവരെ ഏൽപ്പിക്കാമായിരുന്നു. അതാണ് ഞാൻ ചിന്തിച്ചത്. എ അതിന് മയ്യത്തിൻ്റെ അവകാശികളല്ലേ നിസ്കരിക്കേണ്ടത്? ബി അടുത്ത ബന്ധുക്കൾക്ക് അവകാശമുണ്ടെങ്കിലും സ്വാലിഹ്യങ്ങൾ പങ്കെടുത്താൽ അവരെ ഏൽപ്പിക്കലാണ് ഉത്തമം. എ അതെനിക്കറിയില്ലായിരുന്നു. ബി എന്നാൽ കേട്ടോ, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് നിനക്കറിയാമോ? എ മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ? ബി അല്ല, സ്വഹാബികളിൽ പ്രമുഖനായ ശുഹൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം. എ ഒന്നും കൂടി വ്യക്തമാക്കി തന്നാലും? ബി ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോൾ വസിയത്ത് ചെയ്തതായി കാണാം. എ എന്തായിരുന്നു വസിയത്ത്? ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കണമെന്ന്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്ത് ഞാൻ മരണപ്പെട്ടാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇമാമ് നിൽക്കണമെന്നായിരുന്നു. എ ഈ വിഷയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടാകും ഇങ്ങനെ സംഭവിക്കുന്നത്. ബി അതെ, ഇമാമ് നിൽക്കുന്നവരുടെ നിസ്കാരം ശരിയായെങ്കിലേ പുറകിൽ ഉള്ളവർക്ക് ഇമാമിനെ തുടരാൻ പറ്റൂ. ഇല്ലെങ്കിൽ പുറകിലുള്ളവരുടെ തുടർച്ച തന്നെ ശരിയാവാതെ വരും. എ ഇതിനെക്കുറിച്ച് ജനങ്ങളിൽ വേണ്ട വിധം ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാം. ഇനി ഇത്തരമൊരു അവസ്ഥ നമ്മുടെ പള്ളിയിൽ ആവർത്തിക്കരുത്. ബി ശരി, നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. എ എന്നാൽ നമുക്ക് പിരിയാം. ബി അസ്സലാമു അലൈക്കും. എ വ അലൈക്കും അസ്സലാം.